നമസ്കാരം. ക്രാക്ക് JRFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതുകാലത്തെ കഥകൾ, നോവലുകൾ, മറ്റ് കൃതികൾ എന്നിവയാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഓരോ എഴുത്തുകാരെക്കുറിച്ചും അവരുടെ കൃതികളെക്കുറിച്ചും പറഞ്ഞു പോകാം. ആദ്യം ജിസ ജോസാണ്. ജിസ ടീച്ചറുടെ കൃതികളാണ് മുദ്രിത, ആനന്ദഭാരം, മുക്തിഭാഗിനി, ബ്ലൂബെറീസ്. മുദ്രിത, ആനന്ദഭാരം, മുക്തിഭാഹിനി, ബ്ലൂബെറീസാണ് ഏറ്റവും റീസെൻ്റായിട്ട് വന്നിരിക്കുന്നത്. നോവലാണ്, ത്രില്ലറാണ്. മാതൃഭൂമി ബുക്സാണ് ഇറക്കിയിരിക്കുന്നത്. ജിസ ടീച്ചർ കഥകളും നോവലുകളും കവിതയും എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. അടുത്തയാളാണ് ഷീല ടോമി. ഷീല ടോമിയുടെ വല്ലി, JCB ബുക്ക് പ്രൈസിൻ്റെ വിവർത്തന നോവലുകളിൽ ഉണ്ടായിരുന്ന ഒരു കൃതിയാണ് വല്ലി. വയനാടൻ പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്ന കൃതിയാണത്. ആ നദിയോട് പേര് ചോദിക്കരുത്, കഴിഞ്ഞ പരീക്ഷയിലുണ്ടായിരുന്ന ചോദ്യത്തിലുണ്ടായിരുന്നു. ആ നദിയോട് പേര് ചോദിക്കരുത് ഷീല ടോമിയുടെ പുസ്തകമാണ്. അത് രണ്ടും നോവലുകളാണ്. R രാജശ്രീയുടെ പുസ്തകങ്ങളാണ് അടുത്തത് പറയുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. അതിനുശേഷം ടീച്ചർ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ആത്രേയകം. ആത്രേയകം എന്ന പുസ്തകം പുരാണ കഥാപാത്രമായിട്ടുള്ള ശിഖണ്ഡി കഥാപാത്രമായി വരുന്നതാണ്. നിരമിത്രൻ എന്ന നാമത്തിലാണ് ആത്രേയകത്തിൽ ശിഖണ്ഡിയെ കാണാൻ കഴിയുക. അടുത്തതായിട്ട് പുതുകാല കഥകളിൽ വന്നിരിക്കുന്ന എഴുത്തുകാരികളുടെ പേര് പറയാം. കാവ്യ അയ്യപ്പൻ. DC ബുക്സിൻ്റെ 50 വർഷങ്ങളിൽ ഇറക്കിയ കഥാസമാഹാരങ്ങളിൽ കാവ്യ അയ്യപ്പൻ്റെ ഒറവ കുത്തി, അതുപോലെ വേറൊരെണ്ണം വരുന്നത് ജിൻഷഗംഗയുടെ ഒഡ. ജിൻഷഗംഗയും പുതിയ കഥാകാരിയാണ്. സിതാര എസിൻ്റെ അമ്ളം, അഗ്നി പോലുള്ള കഥകൾ എഴുതിയ ആളാണ് സിതാര. സിതാര എസിൻ്റെ അമ്ലമാണ് പുതിയ പുസ്തകം. ശശിതയുടെ മുങ്ങാങ്കോഴി. ശശിതയുടെ മുങ്ങാങ്കോഴി പുതിയൊരു പുസ്തകം കൂടി വരുന്നുണ്ട്, ശോഭ കൊലക്കേസ്. അത് വരുന്നേ ഉള്ളൂ. മുങ്ങാങ്കോഴി ഇപ്പോൾ പ്രസിദ്ധീകൃതമായിരിക്കുന്നു. ഇനി നമ്മുടെ പല സർവേകളിലും അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെയൊക്കെ 2024 മികച്ച പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ഒരെണ്ണമാണ് ജാനമ്മ കുഞ്ഞുണ്ണിയുടെ ശിവകാമി. നോവലാണ്, ട്രാൻസ്ജെൻഡർ പശ്ചാത്തലത്തിൽ വരുന്ന നോവലാണ് ശിവകാമി. ഹരിത സാവിത്രിയുടെ മുറിവേറ്റവരുടെ പാതകൾ 2022 യാത്രാവിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് ഹരിത സാവിത്രി മുറിവേറ്റവരുടെ പാതകൾ. സിൻ എന്നുള്ളതാണ് നോവലിനാണ് കഴിഞ്ഞ 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് സോണിയ ചെറിയാനാണ്. സോണിയ ചെറിയാൻ്റെ ഇന്ത്യൻ റെയിൻബോ. അത് കഴിഞ്ഞ പരീക്ഷയിലെ ചോദ്യമായിരുന്നു. സോണിയ ചെറിയാൻ്റെ പുതിയ പുസ്തകമാണ് സ്നോ ലോട്ടസ്. ഇന്ത്യൻ റെയിൻബോ ഒരു യാത്രാവിവരണം എന്ന രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. ലഫ്റ്റനൻ്റ് കേണൽ ആണ് സോണിയ ചെറിയാൻ. സ്നോ ലോട്ടസ് എന്നത് പുതിയ നോവലാണ്. ഇനി എഴുത്തുകാരികളിലേക്ക് വരുമ്പോൾ സുധാ മേനോൻ്റെ 2 പുസ്തകങ്ങളാണ് വന്നിട്ടുള്ളത്. സുധാ മേനോൻ നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്കുണ്ടായിരുന്നു. ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്നുള്ളതാണ് അന്ന് ചോദിച്ച ചോദ്യം. ഇപ്പോൾ പുതിയ പുസ്തകം വന്നിട്ടുണ്ട്, ഇന്ത്യ എന്ന ആശയം. അതാണ് ഓർക്കേണ്ടത്. ഇനി വി കെ ദീപയുടെ വുമൺ ഈറ്റേഴ്സ്. അതിന് ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിക്കഴിഞ്ഞു. വുമൺ ഈറ്റേഴ്സ്. ഹൃദയ ബുക്ക്, പിന്നെ ഷൈൻസ് ലാബ്രിന്ത്, അങ്ങനെയുള്ള കഥകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ടീച്ചറുടെ റീസെൻ്റ് കഥ എന്ന് പറഞ്ഞാൽ ആനിയും മരിയയും അത്തിമറ്റത്തെ വീടും എന്നുള്ള നല്ല കഥയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുള്ള കഥയാണ്.
പിന്നെ ആർദ്ര കെ എസിൻ്റെ കമല കൾട്ട്, ആർദ്ര കെ എസിൻ്റെ കമല കൾട്ട് കവിതാ സമാഹാരമാണ്. ഷാഹിന ഇ കെയുടെ സ്വപ്നങ്ങളുടെ പുസ്തകം, ഷാഹിന ഇ കെ സ്വപ്നങ്ങളുടെ പുസ്തകം. മറ്റൊരു എഴുത്തുകാരിയാണ് ഫർസാന. ഫർസാനയുടെ വേട്ടാള, അത് സ്റ്റോറീസാണ്, കഥകളുടെ സമാഹാരമാണ്. ഫർസാന അലിയുടെ, ഫർസാന എന്നേ കാണത്തുള്ളൂ, പേര് ഫർസാന എന്നാണ് കൊടുക്കാറുള്ളത്. വേട്ടാള. പിന്നീട് വന്നത് നോവലാണ് എൽമ നോവലാണ്. ഖയാൽ ഓർമ്മകളാണ്, ചൈനയിൽ താമസിച്ച ജീവിതവും അതിൻ്റെ ഓർമ്മകളുമാണ് അവിടെ പങ്കിടുന്നത്. ഇനി സന്ധ്യാമേരിയുടെ മരിയ വെറും മരിയ, ജയശ്രീ കളത്തിലാണ് വിവർത്തനം ചെയ്തിരിക്കുന്ന മരിയ ജസ്റ്റ് മരിയ എന്നുള്ളത് സന്ധ്യാമേരിയുടേതാണ്. ആ പുസ്തകം JCB പ്രൈസ് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് വിവർത്തനത്തിനുള്ള, വിവർത്തന കൃതിയായിട്ടും. അതിലേക്ക് ഇപ്പോൾ അതിന് മുൻപ് മീശയ്ക്ക് കിട്ടിയിരുന്നു, പിന്നെ മിന്നിയമ്മിൻ്റെ കൃതിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ JCB പ്രൈസിലോട്ടാണ് അത് റെക്കമെൻഡ് ചെയ്യുകയല്ല, തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തത് ഒരു പുഷ്പമ്മയെ കാണുന്നുണ്ട്. പുഷ്പമ്മ കൊളുക്കൻ എന്ന് പറഞ്ഞൊരു നോവൽ, അതായത് ഈ പുഷ്പമ്മ കഴിഞ്ഞ സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. കൊളുക്കൻ എന്ന നോവലിൻ്റെ പ്രത്യേകത ആദിവാസി വിഭാഗമായ ഊരാളിമാരെക്കുറിച്ചുള്ള നോവലാണ്. ആദിവാസി വിഭാഗമായിട്ടുള്ള ഊരാളിമാരെക്കുറിച്ചുള്ള നോവൽ. ഒരു പക്ഷേ ഇത് ചോദ്യത്തിൽ വന്നേക്കാം. കൊളുക്കൻ എന്നാണ് ആ നോവലിൻ്റെ പേര്. അടുത്തത് രേഖ കെ അല്ലെങ്കിൽ കെ രേഖ എന്നറിയപ്പെടുന്ന എഴുത്തുകാരിയെക്കുറിച്ചാണ്. ഒരുപാട് എഴുതിയിട്ടില്ലാത്ത ഒരു എഴുത്തുകാരിയാണിത്. പക്ഷേ എഴുതുന്നതൊക്കെ പത്തരമാറ്റ് എന്ന് പറയുന്ന രീതിയിലാണ് എഴുതാറുള്ളത്. രേഖ കെയുടെ കഥാസമാഹാരങ്ങൾ നിന്നിൽ ചാരുന്ന നേരത്ത്, മാനാഞ്ചിറ, അങ്കമാലിയിലെ മാങ്ങാക്കറിയും വില്ലുവണ്ടിയും ഒരു പരീക്ഷാ ചോദ്യമായിരുന്നു. അതുപോലെ കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യമായിരുന്നു മനുഷ്യാലയ ചന്ദ്രിക. അതാണ് റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന കഥാസമാഹാരം മനുഷ്യാലയ ചന്ദ്രിക. ഗ്രേസി ടീച്ചറുടെ പാതിരാ നടത്തം, ഗ്രേസി പാതിരാ നടത്തം. ഇന്ദു മേനോൻ്റെ കൃതികൾ ആനവേട്ട, ജനാഫ്രസ് ഒരു കൊടിയ കാമുകൻ, ചുംബന ശബ്ദ താരാവലി. ഇതിൽ ആനവേട്ടയാണ് ഏറ്റവും അടുത്ത കാലത്ത് വന്നിരിക്കുന്നത്. ഇനിയും കൃതികളുണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇനി ആൻപാലി, ആ ഫോർ അന്നാമ എന്ന് പറഞ്ഞിട്ടുള്ളതിന് ആൻപാലിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഹാസ്യ സാഹിത്യത്തിൻ്റെ മേഖലയിൽ ലഭിച്ചിരുന്നു. പുതിയൊരു കൃതിയായിട്ട് വന്നിരിക്കുന്നത് അഗാപ്പയാണ്. അഗാപ്പെ നോവൽ, ആൻപാലിയുടെ നോവലാണ് അഗാപ്പെ. മിനി PC യാണ് അടുത്ത എഴുത്തുകാരി. മിനി PC യുടെ ബുദ്ധമയൂരി പുതിയ സമാഹാരം. വേര് നോവലാണ്. കഥമരം നോവലാണ്. ഫ്രഞ്ച് കിസ്, ഡെവിൾ ടാറ്റു, കനകദുർഗ, അത് കഥകളാണ്. കനകദുർഗ കഥാസമാഹാരമാണ്. ഒരു സ്വവർഗ അനുരാഗിയോട് ചെയ്തുകൂടാത്തത്. ഇതിൽ കഥമരം എന്നുള്ളത് മലയാള മനോരമയുടെ വാർഷിക പതിപ്പിലാണ് ആ നോവൽ വന്നിരിക്കുന്നത്. ഒരു സ്വവർഗ അനുരാഗിയോട് ചെയ്തുകൂടാത്തത്. അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് വന്നിരിക്കുന്നത് ബുദ്ധമയൂരിയാണ്, വേരും. ഷബിത സാജ് കഥാസമാഹാരമാണ്. ഷബിതയുടെ കഥാസമാഹാരത്തിൻ്റെ പേരാണ് മന്ദാക്രാന്ത മഭന തതകം. മന്ദാക്രാന്ത മഭന തതകം. ഇനി എഴുത്തുകാരന്മാരെക്കുറിച്ചാണ് പറയുന്നത്. പുതിയതായിട്ട് വന്നിരിക്കുന്നൊരു എഴുത്താണ് മൃദുൽ VM കാഞ്ഞങ്ങാടാണ് യഥാർത്ഥത്തിലുള്ള പേര്. മൃദുൽ VM ആണ് നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയുക. മൃദുലിൻ്റെ ഏറ്റവും നല്ല കഥകളിലൊന്നാണ് കുളെ എന്നുള്ള കഥ ജാതി ചിന്തകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നുകൂടിയാണ്. S ഹരീഷിൻ്റെ ഒരു ഇതിലിട്ട പോലെ മോദസ്ഥിതനായങ്ങ് വസിപ്പു മല പോലെ എന്ന് പറഞ്ഞ കഥയോട് ചേർത്ത് വയ്ക്കാവുന്ന കഥയാണ് കുളെ. PV ഷാജികുമാറിൻ്റെ പുതിയൊരു നോവൽ വന്നിട്ടുണ്ട്. മരണവംശം എന്നാണ് നോവലിൻ്റെ പേര്. ഏറ്റവും നല്ല പുസ്തകങ്ങളുടെ ലിസ്റ്റിനകത്ത് മരണവംശം വന്നിട്ടുണ്ട്. അതുപോലെ S ഹരീഷിൻ്റെ പട്ടുനൂൽ പുഴു എന്ന നോവലും വന്നിട്ടുണ്ട്. അപ്പം PV ഷാജികുമാർ ആദ്യമായിട്ട് എഴുതുന്ന നോവലാണ് മരണവംശം. മുൻപ് ഗീതാ ഹിരണ്യൻ ലഭിച്ചിട്ടുള്ള കഥാസമാഹാരമുണ്ട് കിടപ്പറ സമരം.
അതുപോലെ വെള്ളരിപ്പാടം എന്ന കഥാസമാഹാരവും PV ഷാജികുമാറിൻ്റേതാണ്. മനോജ് വെള്ളനാടിൻ്റെ കൃതിയാണ് ഇനി പറയുന്നത്. പുതിയതായിട്ട് വന്നിരിക്കുന്ന കഥാസമാഹാരമാണ് ഉടൽവേദം. അതിനു മുൻപ് വന്നിരിക്കുന്ന കഥാസമാഹാരം പദപ്രശ്നം എന്നുള്ളതാണ്. പദപ്രശ്നം. വിനോയ് തോമസിൻ്റേതായിട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്നത് മുതൽ എന്ന് പറഞ്ഞ നോവലും അതുപോലെ പ്രോത്താത്തീസിൻ്റെ ഇതിഹാസവും. ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്ന ആളുടെ ഒരു ജീവിതം എന്നുള്ള രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. മുതൽ എന്നുള്ളതിൽ ചിട്ടിയാണ് പ്രധാനമായിട്ടും വരുന്നത്. ചിട്ടി എന്നുള്ളതിൻ്റെ ചരിത്രമാണ് വരുന്നത്. അതുപോലെ KS രതീഷ് മാഷിൻ്റെ തന്തക്കിണർ, ഹിറ്റ്ലറും തോറ്റ കുട്ടിയും, ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് മാളം. ഇത്രയും കഥാസമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നു. ഇനി N ഹരി നൂറനാട് എഴുതിയ അപസർപ്പകൻ DC ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. N ഹരി നൂറനാടിൻ്റെ അപസർപ്പകൻ. സലിൻ മാങ്കുഴിയുടെ കൃതിയാണ് പുതിയതായിട്ട് വന്നത്. ആനന്ദലീലയാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ആനന്ദലീലയിൽ കുമാരനാശാനാണ് കഥാപാത്രമായിട്ട് വരുന്നത്. തൊട്ട് മുൻപ് എതിർവ എന്ന് പറഞ്ഞ നോവൽ വന്നിരുന്നു. അപ്പോൾ ആനന്ദലീല അതുപോലെ എതിർവ നോവലുകളാണ്. അതുപോലെ പേരാളാണ് ആദ്യത്തെ കഥാസമാഹാരം വരുന്നത്. പദ U/A എന്നുള്ളത് U/A എന്നുള്ളത് രണ്ടെണ്ണം കഥാസമാഹാരമാണ്. നല്ല കഥകൾ എഴുതുന്ന ആളുകൂടിയാണ് സലിൻ മാങ്കുഴി. അതുപോലെ N ഹരി നൂറനാട് അപസർപ്പകൻ എന്നുള്ളത് നമുക്ക് ത്രില്ലറുകളുടെ കൂട്ടത്തിൽ വയ്ക്കാവുന്ന രീതിയിലുള്ള കഥകളാണ്. ദൃശ്യഭംഗിയുള്ളതും സാഹിത്യ ഗുണമുള്ളതുമായിട്ടുള്ള കഥകൾ എഴുതുന്ന ആളാണ് N ഹരി. അടുത്തത് ഡിന്നുവിൻ്റെ ക്രായാണ് സമാഹാരം വന്നിരിക്കുന്നത്. ഡിന്നുവിൻ്റെ ക്രാ. കഴിഞ്ഞ വർഷത്തെ ഗീതാഹിരണ്യൻ അവാർഡ് ലഭിച്ചിരിക്കുന്ന കഥാസമാഹാരം എഴുതിയിരിക്കുന്നത് സുനു AV ആണ്. ഇന്ത്യൻ പൂച്ചയാണ് ആ സമാഹാരം. സുനു AVയുടെ ഇന്ത്യൻ പൂച്ച. അനിൽ ദേവസിയുടെ പുതിയൊരു നോവൽ വന്നിട്ടുണ്ട്, കാസ പിലാസ. അനിൽ ദേവസി കാസ പിലാസ DC-യുടെ മുൻപ് നടന്ന നോവൽ മത്സരത്തിൽ സമ്മാനം നേടിയ നോവലായിരുന്നു യാ ഇലാഹി ടൈംസ്. അതിൽ നിന്ന് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ട്. യാ ഇലാഹി ടൈംസ്. സുഭാഷ് ചന്ദ്രൻ്റെ ഏറ്റവും പുതിയ പുസ്തകം വന്നത് ജ്ഞാനസ്നാനമാണ്. അത് കഥയായിരുന്നു. മാതൃഭൂമി പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച ആ കഥയും അതുപോലെ ഉണ്ണിയാറിൻ്റെ ഗംഭീര വിക്രമ, ഈ രണ്ട് കഥകളും മനുഷ്യാലയ ചന്ദ്രികയായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചേരുംപടി. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ ഈ ജ്ഞാനസ്നാനം എന്നുള്ളത് ഗാന്ധി അതുപോലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ വരുന്ന ഒരു കഥയായിട്ടാണ് ജ്ഞാനസ്നാനം വരുന്നത്. ഈ സന്തോഷ് കുമാറിൻ്റെ ഏറ്റവും പുതിയ നോവലാണ് തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ എന്നുള്ള ബംഗ്ലാദേശും ഇന്ത്യയും ഒക്കെ പശ്ചാത്തലമായി വരുന്ന നോവലാണ്. S ഹരീഷിൻ്റെ അഭിപ്രായത്തിൽ ഈ വർഷത്തെ ഏറ്റവും നല്ല പുസ്തകം 2024 ഏറ്റവും നല്ല നോവൽ എന്നുള്ള രീതിയിൽ S ഹരീഷ് സമകാലിക മലയാളത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന നോവൽ തപോമയിയുടെ അച്ഛനാണ്. അടുത്തത് രമേശൻ മുല്ലശ്ശേരിയാണ്. അദ്ദേഹത്തിൻ്റെ 3 കൃതികളാണുള്ളത്. ഷൂട്ട് ഔട്ട്, ബനാന റിപ്പബ്ലിക്ക്, ഗോപരഹ. ഷൂട്ട് ഔട്ടും ഗോപരഹയും സ്പോർട്സ് പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ളവയാണ് എന്നോർക്കണം. അർഷാദ് ബത്തേരിയുടെ ഏറ്റവും പുതിയ നോവലാണ് നമ്മുടെ കിടക്ക ആകെ പച്ച. നമ്മുടെ കിടക്ക ആകെ പച്ച അർഷാദ് ബത്തേരിയുടെ നോവലാണ്. റിഹാൻ റാഷിദിൻ്റെ യുദ്ധാനന്തരം കഴിഞ്ഞിട്ട് പിന്നെ വന്നത് കാകപുരമാണ്. കാകപുരം. ഇങ്ങനെ 2 കൃതികളാണ് റിഹാൻ്റെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഫ്രാൻസിസ് നെറോണയുടെ മുടിയറകൾ എന്നുള്ള പുസ്തകം ഓർക്കുക, DC ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും റീസെൻ്റായിട്ട് വന്നിരിക്കുന്നത്. മുടിയറകൾ ഫ്രാൻസിസ് നെറോണ. അതായത് അമൽ പിരപ്പൻകോട്, അമലിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു, ചോദിക്കാറുണ്ട്. കൽഹണൻ, നീ ഞാൻ ആരാണ്, വ്യസന സമുച്ചയം, നരകത്തിൻ്റെ ടാറ്റു, പാതകം, വാഴക്കൊലപാതകം, ഉരുവം തുടങ്ങിയവയൊക്കെയാണ്. അപ്പം ഉരുവത്തിന് ശേഷം വന്നിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റായി വന്നത് സാംസയാണ്. നോവൽ സാംസ.
ഈ സാംസ എന്നുള്ള പേര് കേൾക്കുമ്പോൾ പട്ടുനൂൽപ്പുഴുവിലെ ക്യാരക്ടറും സാംസയാണ്. ഫ്രാൻസിസ് കാഫ്കയുടെ മെറ്റമോർഫോസിസിലെ കഥാപാത്രത്തിൻ്റെ പേരാണ് സാംസ. അതിൽ നിന്നാണ് പട്ടുനൂൽപ്പുഴുവിലേക്ക് ആ പേര് സ്വീകരിച്ചത്. ഇനി KV മണികണ്ഠൻ്റേതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ പുസ്തകമാണ് വിശേഷം. ആ വി എന്നുള്ളത് ഇംഗ്ലീഷാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. IIT മദ്രാസും 3 ഇടങ്ങൾ DC നോവൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയതാണ്. 3 ഇടങ്ങൾ IIT മദ്രാസ് അതിന് ശേഷം എഴുതിയതാണ്. നീലിമ ദത്ത എന്നൊക്കെ തുടങ്ങിയ വീർത്തു നിൽക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം വീശിയ കാറ്റിനെ കുറിച്ച് എന്ന് പറഞ്ഞ കഥകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് മണികണ്ഠൻ, KV മണികണ്ഠൻ. ഇനി ബേപ്പൂർ കേസ്, 9 ബരേറ്റ, ഈ 2 നോവലുകൾ വിനോദ് കൃഷ്ണയുടെയാണ്. ഉറുമ്പുദേശമൊക്കെ എഴുതിയിട്ടുള്ളത് അത് കഥാസമാഹാരമായിരുന്നു. വിനോദ് കൃഷ്ണയുടെ ആനുകാലിക പ്രാധാന്യമുള്ളതും അതുപോലെ ചരിത്രത്തെ എങ്ങനെയാണ് പൊളിച്ചെഴുതുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ചരിത്രം ഇല്ലാതാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് 9 ബരേറ്റ പോലുള്ള കൃതിയൊക്കെ വരുന്നത്. അതുകൊണ്ട് അതത്രയും പ്രാധാന്യം അർഹിക്കുന്ന കൃതിയാണ്. ഇനി DC ബുക്സിൻ്റെ ഇപ്പം റീസെൻ്റായിട്ട് നടന്ന നിങ്ങൾ അറിഞ്ഞു കാണും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള പുസ്തകങ്ങൾ. അതിൽ ഷംസുദ്ദീൻ കുട്ടോത്തിനാണ് 1ാം സ്ഥാനം നേടിയത്. ഇരിച്ചാൽ കാപ്പ്, ഷംസുദ്ദീൻ കുട്ടോത്തിൻ്റെ ഇരിച്ചാൽ കാപ്പ് എന്ന നോവൽ 1ാമതായി എത്തി. അതുപോലെ മത്തിയാസ് എന്ന് പറഞ്ഞ കൃതി വിഷ്ണു പ്രസാദിൻ്റേതാണ്, മത്തിയാസ്. അതുപോലെ ഡയാസ്പോറ, സുരേഷ് കുമാർ V, ഇതാണ് 2ാം സ്ഥാനം നേടിയത്. ഡയാസ്പോറ, സുരേഷ് കുമാർ V. അതിനോടൊപ്പം തന്നെ കുറച്ചെണ്ണം കൂടെ വന്നിരുന്നു. വിനോദ് S, വിഴിവന്യ വിനോദ് S. അതുപോലെ അനുയാത്ര, അബു അബിനു. വൈറസ് ഐശ്വര്യ കമല. ജയോപാഖ്യാനം അനുജിത് ശശിധരൻ. ജയോപാഖ്യാനം എഴുതിയത് അനുജിത് ശശിധരൻ. ഇവയാണ് ഇപ്പം DC ബുക്സിൻ്റെ അവസാനത്തെ ആ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ 1ാം സ്ഥാനം നേടിയത് ഇരിച്ചാൽ കാപ്പാണ്. അടുത്തത് PF മാത്യൂസിൻ്റെ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള കഥാസമാഹാരമാണ് മൂങ്ങ. ഏറ്റവും പുതിയ കഥാസമാഹാരം മൂങ്ങ. കാണായ്മ എന്നൊരു നോവലും വന്നിട്ടുണ്ട് പുതിയതായിട്ട്, കാണായ്മ. അദ്ദേഹത്തിൻ്റെ കൃതികൾ നിങ്ങൾക്കറിയായിരിക്കും. അടിയാളപ്രേതത്തിനായിരുന്നു കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നത്. മുഴക്കത്തിന് കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കഴിഞ്ഞ വർഷം ലഭിക്കുന്നു. അടിയാളപ്രേതത്തിന് നോവലിനാണ് ലഭിച്ചത്. 13 കടൽക്കാക്കകളുടെ ഉപമ അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരമാണ്. ചാവുനിലം നോവലാണ്. കടലിൻ്റെ മണം നോവലാണ്. ഈമയൗ റെസ്റ്റ് ഇൻ പീസ്, ഈമയൗ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ശ്രദ്ധേയമായൊരു ചലച്ചിത്രമാണ്. അതിൻ്റെ തിരക്കഥ ഇദ്ദേഹത്തിൻ്റേതാണ്. അംബികാസുധൻ മാങ്ങാടിൻ്റെ കൃതികളാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം എൻഡോസൾഫാൻ പ്രമേയമായി വരുന്ന നോവലാണ് എൻമകജെ. അതുപോലെ മരക്കാപ്പിലെ തെയ്യങ്ങൾ, അത് നമുക്ക് റീസെൻ്റ് അല്ല, 2 നോവലുകളും മുൻപ് എഴുതിയിട്ടുള്ളതാണ്. ഈ 2 നോവലുകളിൽ മരക്കാപ്പിലെ തെയ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്പിച്ചി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ചോദിക്കാറുണ്ട്. അതുപോലെ ചൂഷണം, നമ്മുടെ പിന്നെ കടപ്പുറത്ത് വരുന്ന ചൂഷണങ്ങളൊക്കെ വരുന്നതായിട്ടുള്ള റിസോർട്ട് സ്ഥാപിക്കലും ഒക്കെ ആയിട്ട് വരുന്നതായിട്ടുള്ള നോവൽ ചോദിക്കാറുണ്ട്. അതും മരക്കാപ്പിലെ തെയ്യങ്ങളാണ് ഉത്തരവായിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ് കാരക്കുളിയൻ, മൊട്ടാമ്പുളി, പ്രാണവായു, ചിന്നമുണ്ടി, 2 മത്സ്യങ്ങൾ. ഇവയൊക്കെ കഥാസമാഹാരങ്ങളാണ്. മാക്കം എന്ന പെൺതെയ്യം മറ്റൊരു പുസ്തകമാണ്. അല്ലോഹലനാണ് ഇവിടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. DC ബുക്സ് ഇറക്കിയിരിക്കുന്ന അല്ലോഹലൻ കഴിഞ്ഞ വർഷത്തെ മികച്ച പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. നോവലാണ് അല്ലോഹലൻ. അടുത്തത് അടുത്ത എഴുത്തുകാരനാണ് ദേവദാസ് VM. ദേവദാസ് VMത്തിൻ്റെ കൃതികളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടിടാം. ദേവദാസ് VMത്തിൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള നോവലാണ് അശു. ഏറ്റവും പുതിയ നോവൽ അശുവാണ്.
അജയ് പി മങ്ങാട്ടിൻ്റെ ഏറ്റവും പുതിയ കൃതിയാണ് ദേഹം. നോവലാണ് ദേഹം. 3 കല്ലുകൾ എന്ന് പറഞ്ഞ മറ്റൊരു കൃതി കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ദേഹമാണ് ഏറ്റവും റീസെൻ്റായിട്ട് വന്നിരിക്കുന്നത്. സേതുവിൻ്റെ പുതിയ കൃതിയാണ് പാർവതി. സേതു എഴുതിയ പുതിയ കൃതിയാണ് പാർവതി. അശോകൻ ചെരുവിലിന് വയലാർ അവാർഡ് അവസാനത്തെ വർഷം നേടിക്കൊടുത്ത കൃതിയാണ് കാട്ടൂർ കടവ്. അത് ഈ അടുത്ത് വന്നിട്ടുള്ളതാണ്, കാട്ടൂർ കടവ്. മനോജ് വെങ്ങോല എഴുതിയിരിക്കുന്ന 2 കഥാസമാഹാരങ്ങളാണുള്ളത്. പൊറള്, അത് കഴിഞ്ഞിട്ട് ഏറ്റവും പുതിയതായിട്ട് വന്നത് പെരുമ്പാവൂർ യാത്രി നിവാസ്. പെരുമ്പാവൂർ യാത്രി നിവാസ്. അജിജേഷ് പച്ചാട്ടിൻ്റേതായിട്ട് ഏറ്റവും പുതിയതായിട്ട് വന്നത് അതിരഴി സൂത്രമാണ് നോവൽ. അതിരഴി സൂത്രം. ഒരുപാട് കൃതികൾ എഴുതിയിട്ടുള്ള, ഒരുപാട് കഥകളും നോവലുകളും എഴുതിയിട്ടുള്ള ഒരാളാണ് അജിജേഷ്. അടുത്തത് കെ വി പ്രവീണാണ്. ഭൂമിയിൽ നിഷ്കളങ്കതയ്ക്ക് മാത്രമായി ഒരിടമില്ല എന്നതാണ് കൃതി. ഭൂമിയിൽ നിഷ്കളങ്കതയ്ക്ക് മാത്രമായി ഒരിടമില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം നേടിയ കൃതിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ശ്യാം കൃഷ്ണൻ ആറിൻ്റെ മീശക്കള്ളൻ. ശ്യാം കൃഷ്ണൻ ആർ മീശക്കള്ളൻ. ഉയിഷ് എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. ഉയിഷ് അത് എഴുതിയത് ജിജേഷ് ഭാസ്കറാണ്. ജിജേഷ് ഭാസ്കറിൻ്റെ കൃതിയാണ് ഉയിഷ്. NS മാധവൻ്റേതായിട്ട് ഏറ്റവും പുതിയത് വന്നിരിക്കുന്നത് ഭീമച്ചനാണ്. ഭീമച്ചൻ എന്ന കൃതിയാണ് NS മാധവൻ്റേതായിട്ട് വന്നിട്ടുള്ളത്. സുഭാഷ് ഒട്ടുപുറത്തിൻ്റെ കഥാസമാഹാരമാണ് പ്രതിവിഷം. സുഭാഷ് ഒട്ടുപുറത്തിൻ്റെ കഥാസമാഹാരമാണ് പ്രതിവിഷം. ഷനോജ് ആർ ചന്ദ്രൻ്റെ കഥാസമാഹാരമാണ് കാലൊടിഞ്ഞ പുണ്യാളൻ. കാലൊടിഞ്ഞ പുണ്യാളൻ കഴിഞ്ഞ ശേഷം ഒരുപാട് കഥകൾ, നല്ല കഥകൾ എഴുതുന്ന എഴുത്തുകാരനാണ്. 6-ാം വാർഡിലെ മോഷ്ടാവ്, അതുപോലെ സദ്യ, അന്തർവാഹിനി, അമ്പലപ്പുഴ സിസ്റ്റേഴ്സ് തുടങ്ങി കഥകളുണ്ട്. ഏറ്റവും റീസെൻ്റായിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ സമകാലിക മലയാളത്തിൽ വന്നിരിക്കുന്ന കഥയാണ് ദീർഘനിദ്ര. ദീർഘനിദ്ര ഏറ്റവും പുതിയ കഥയാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ഏറ്റവും പുതിയ സമാഹാരമാണ് ദേശീയ മൃഗം. ദേശീയ മൃഗം കഥയാണ് ദേശീയ മൃഗം. ഐമനം ജോണിൻ്റെ കൃതികൾ ഏറ്റവും പുതിയത് വന്നിരിക്കുന്നത് മാറ്റിനി മാനിയയാണ്. മാറ്റിനി മാനിയ. ചരിത്രം വായിക്കുന്ന ഒരാൾ, മഹർഷിമേട് മാഹാത്മ്യം, മീനച്ചിലാറിലെ രാത്രി, ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം, നാളത്തെ പൊന്മാൻ തുടങ്ങിയവയൊക്കെ കൃതികളാണ്. ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം, മഹർഷിമേട് മാഹാത്മ്യം പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. VJ ജെയിംസിൻ്റെ വൈറ്റ് സൗണ്ട് ഏറ്റവും പുതിയ പുസ്തകമാണ്. വൈറ്റ് സൗണ്ട്. ലെയ്ക്ക. ലെയ്ക്ക. ഷിനിലാലിൻ്റെ 2 പുസ്തകങ്ങളാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഷിനിലാലിൻ്റെ 2 പുസ്തകങ്ങളിലൊന്ന് നോവലാണ്. ഇരു എന്നാണ് നോവലിൻ്റെ പേര്. ഇരുവും മുതലും, വിനോയ് തോമസിൻ്റെ മുതലും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഷിനിലാലിൻ്റെ കഥാസമാഹാരമായിട്ടുള്ള പുതിയ പുസ്തകം ചോലയാണ്. ചോല. ഫ്രാൻസിസ് നെറോണയുടെ മുടിയറകളാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. ഒന്നുകൂടിയുണ്ട്, കാണി പണിയുന്ന കസേരകൾ. കാണി പണിയുന്ന കസേരകൾ. ഈ കാണി പണിയുന്ന കസേരകൾ, അതിന് തൊട്ട് മുൻപ് എഴുതിയിരിക്കുന്ന കഥാസമാഹാരങ്ങളോട് ഓർക്കണം. കക്കുകളി, അതുപോലെ തൊട്ടപ്പൻ. തൊട്ടപ്പൻ ഇദ്ദേഹത്തിൻ്റെതാണ്. ലിജീഷ് കുമാറിൻ്റെ ഒരു പുസ്തകമാണ് കഞ്ചാവ്. ലിജീഷ് കുമാർ എഴുതിയ പുസ്തകമാണ് കഞ്ചാവ്. അഖിൽ കെയുടെ ഏറ്റവും പുതിയ നോവലാണ് മുത്തപ്പൻ. തൊട്ടു മുമ്പ് എഴുതിയ നോവൽ താരാകാന്തനാണ്. മുത്തപ്പൻ, താരാകാന്തൻ കഥാസമാഹാരത്തിലൂടെയാണ് അഖിൽ കെ വരുന്നത്. കഥാസമാഹാരത്തിൻ്റെ പേര് നീലച്ചടയനായിരുന്നു.
നീലച്ചടയൻ. ഉണ്ണിയാറിൻ്റെ കൃതികളിലേക്ക് വരുമ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കൃതികളാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ജയദേവിക, അതേ പേരിലാണ്. ജയദേവികയാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. മറ്റൊരു കൃതി വന്നിരിക്കുന്നത് ഗംഭീരവിക്രമയാണ്. ഗംഭീരവിക്രമ മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികൾ വന്നിട്ടുണ്ട്. പെണ്ണും ചെറുക്കനും, അതാണ് ആണും പെണ്ണും എന്ന് പറഞ്ഞ ചലച്ചിത്രമായത്. വാങ്ക് അതേ പേരിൽ ചലച്ചിത്രമായി. കാളി നാടകം, ഒരു ഭയങ്കര കാമുകൻ, ഭൂതം, ഒഴിവു ദിവസത്തെ കളി അതേ പേരിൽ സിനിമയായി. അടങ്ങ് മലയാളി ഏറ്റവും പുതിയ പുസ്തകങ്ങളിലൊന്നാണ് അടങ്ങ് മലയാളി. തിരുവിളയാടൽ ദേശാഭിമാനി പുരസ്കാരം കിട്ടിയ കഥാസമാഹാരമാണ് കഴിഞ്ഞ ദിവസം തിരുവിളയാടൽ. പുസ്തകപ്പുഴു, അയൽപ്പക്കം പരിഭാഷകളാണ് അയൽപ്പക്കം എന്ന് പറഞ്ഞ കൃതിയുടെ പ്രത്യേകത. മനോജ് കുറൂറിൻ്റെ പുതിയ കൃതിയാണ് മണൽപ്പാവ. മനോജ് കുറൂറിൻ്റെ പുതിയ കൃതി മണൽപ്പാവ. അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ നിങ്ങൾക്കറിയാം. സംഘകാലം വരുന്നൊന്നുണ്ട്. നിലംപൂത്ത് മലർന്ന നാൾ. നിലംപൂത്ത് മലർന്ന നാളിൽ സംഘകാലഘട്ടമാണ് വരുന്നത്. അതുപോലെ കോമ എന്ന് പറഞ്ഞിട്ടൊരു കവിതാ സമാഹാരമുണ്ട്. ദ്രാവിഡ വൃത്തങ്ങൾ ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന കൃതി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കോമ. ഉണ്ണികൃഷ്ണൻ കിടങ്ങൂറിൻ്റെ കഥാസമാഹാരമാണ് പൊന്ത. ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ. രാജീവ് ശിവശങ്കർ എഴുതിയിരിക്കുന്നതാണ് പെണ്ണരശ്. നോവലാണ് പെണ്ണരശ്. അതീതം എന്ന് പറഞ്ഞ മറ്റൊരു കൃതി കൂടെ അദ്ദേഹത്തിൻ്റേതായിട്ട് ഉണ്ട്. M.A. ബൈജുവിൻ്റെ കൃതിയാണ് ചാൾസ് ശോഭരാജ്. M.A. ബൈജു, ചാൾസ് ശോഭരാജ്. അജിത ചേച്ചിയുടെ ഓർമ്മകളുടെ പുസ്തകം, നക്സലൈറ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകമുണ്ട്. അതിൻ്റെ പേര് ഓർമ്മയിലെ തീനാളങ്ങൾ എന്നാണ്. ഓർമ്മയിലെ തീനാളങ്ങൾ. അടുത്തത് കവിതകളുടെ മേഖല നോക്കുമ്പോൾ P.N. ഗോപികൃഷ്ണന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിരുന്നു. ആ കവിതയാണ് കവിത മാംസഭോജിയാണ് എന്നുള്ളത്. ഏറ്റവും റീസെൻ്റായിട്ട് ഓടക്കുഴൽ ലഭിച്ചത് ഇന്നലെയാണ്. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. K. അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലാണത്. K. അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവൽ 2024 ഓടക്കുഴൽ നേടി. ഇനി ഒരു ശവം വാരിയുടെ ആത്മകഥ, വിനു പിയുടെ ആത്മകഥ നിയാസ് കരീം കേട്ടെഴുതിയതാണ്. അതിൻ്റെ പേര് മരണക്കൂട്ട് എന്നാണ്. മരണക്കൂട്ട് എന്ന് പറയുമ്പോൾ അത് ആത്മകഥയും മരണവംശം എന്ന് പറയുമ്പോഴത് നോവലുമാണ്. ആനന്ദിൻ്റെ പുതിയ പുസ്തകമാണ് രക്തവും സാക്ഷികളും. അനിത തമ്പിയുടെ കവിതാ സമാഹാരമാണ് മുരിങ്ങ വാഴ കറിവേപ്പില. മുരിങ്ങ വാഴ കറിവേപ്പില അനിത തമ്പിയുടെ കവിതാ സമാഹാരം. KGSൻ്റെ കവിതാ സമാഹാരമാണ് മരിച്ചവരുടെ മേട്. K. രാജഗോപാലിൻ്റെ കൃതിയാണ് പതികാലം. K. രാജഗോപാൽ, പതികാലം. ദിവ്യ എൻ എഴുതിയ കവിതാ സമാഹാരമാണ് വൃക്ഷമനുഷ്യൻ. ഹരീഷ് ഹരീഷ് ശക്തിധരൻ്റെ കവിതയാണ് തണ്ട്. കവിതാ സമാഹാരമാണ് തണ്ട്. N.S. സുമേഷ് കൃഷ്ണൻ എഴുതിയതാണ് കരയാത്ത കടൽ. N.S. സുമേഷ് കൃഷ്ണൻ, കരയാത്ത കടൽ. അസീം താന്നിമൂടിൻ്റെ കവിതാ സമാഹാരമാണ് അന്നു കണ്ട കിളിയുടെ മട്ട്. അസീം താന്നിമൂട്. P. രാമൻ്റെ ഏറ്റവും പുതിയ സമാഹാരമാണ് നനവുള്ള മിന്നൽ. അബ്ദുള്ള പേരാമ്പ്ര എഴുതിയ സമാഹാരമാണ് ദൈവം വന്ന ദിവസം. കവിതയാണ് ദൈവം വന്ന ദിവസം. കവിതാ സമാഹാരത്തിൻ്റെ പേരാണത്.
ഋഷികേശൻ PBയുടെ സമാഹാരമാണ് നം എന്നൊരു പ്രാർത്ഥന. നം എന്നൊരു പ്രാർത്ഥന. വിമീഷ് മണിയൂർ എഴുതിയിരിക്കുന്നതാണ് MN വിജയനും IM വിജയനും. MN വിജയനും IM വിജയനും. പ്രണയത്തിൻ്റെ കാവ്യപുസ്തകം എന്നൊരു കവിതാ സമാഹാരം എഴുതിയത് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മയുടെ കാവ്യസമാഹാരമാണ് പ്രണയത്തിൻ്റെ കാവ്യപുസ്തകം. ഏറ്റവും പുതിയതായിട്ടുള്ളതും പരീക്ഷയ്ക്ക് വരുവാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ കൃതികളും പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ധാരണ, അതെൻ്റെ വിശ്വാസമാണ്. ഒരു പക്ഷേ ഇനി അങ്ങനെയല്ല, ഞാൻ മറ്റ് കൃതികൾ കാണുന്നുവെങ്കിൽ ഞാനത് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. എന്തായാലും നിങ്ങൾ നന്നായി പരീക്ഷ എഴുതുക. ഈ വീഡിയോ ഒന്ന് 2 പ്രാവശ്യം കേട്ടിട്ട് ഒന്ന് ജസ്റ്റ് പഠിച്ചിട്ട് നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ ശ്രമിക്കുക. ഒരു ചോദ്യമെങ്കിലും ഈ ഭാഗത്തു നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.